ഗായ്സ് നമ്മൾ അടിപൊളി ഒരു ബീഫ് കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചതിന് ശേഷം നന്നായി ഒന്ന് മൂടി വെച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അല്പം കൂടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് ഈ ബീഫൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നേരം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ബീഫ് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ചതച്ച വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അഡാർ സ്പെഷ്യൽ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കുക്കിംഗ് വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.